ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് എന്നെ പോലെ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വേറൊന്നുമല്ല, ഹണി ചിക്കനും അതുപോലെ തന്നെ എഗ് ഫ്രൈഡ് റൈസും. അപ്പൊ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവറും ആവശ്യത്തിന് ഉപ്പും ഒരു മുട്ടയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനിടയിൽ ഞാൻ കുരുമുളക് ഇടാൻ മറന്നുപോയി. അപ്പൊ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഇതിലിട്ടിട്ട് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ഞാനിത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതിലേക്കുള്ള സോസ് റെഡിയാക്കാനായിട്ട് 2 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 സ്പൂൺ സോയാ സോസ്, 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, ആവശ്യത്തിനുള്ള ഉപ്പും കളറും ചേർക്കും. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഹണി ഏകദേശം ഒരു 4 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഏകദേശം 1 അവറിന് ശേഷം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പൊ പാനിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കണേ. അതിലേക്ക് നമ്മൾ ചിക്കൻ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഏകദേശം ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓൾമോസ്റ്റ് നമ്മൾ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവി സെറ്റ് ആക്കാം. അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിന് ഒരു 3 സ്പൂൺ ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിൽ ഞാൻ ഒരു 2 സ്പൂൺ കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വാട്ടറും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഏകദേശം ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്താണ് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്ക് നമ്മൾ ചിക്കൻ ഒന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം വെളുത്ത എള്ളുണ്ടെങ്കിൽ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെളുത്ത എള്ളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അവിടെ ചിക്കൻ ഇവിടെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് ഫ്രൈഡ് റൈസ് റെഡിയാക്കാം. പാന് ചൂടായതിനു ശേഷം 2 സ്പൂണ് സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ വേവ് കൂടിയിട്ടുള്ള വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാരറ്റ് അതുപോലെ തന്നെ ബീൻസ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ട, ഞാനിവിടെ ഏകദേശം 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് കുരുമുളക് ഒന്ന് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മള് വെജിറ്റബിൾസ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കനും സ്പ്രിംഗ് ഓണിയനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കൂടാതെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള എഗ്ഗ് കൂടി ഒന്ന് ഇതിന്റെ ഒരു സൈഡിലിട്ടായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഏകദേശം വെന്തതിനു ശേഷം ഇതൊന്നും ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കാം. എഗ്ഗും വെജിറ്റബിൾസും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഞാനിവിടെ 1 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂൺ സോയാ സോസ് അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാസ്മതി റൈസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യും. ഇനി ഈ റൈസും അതുപോലെ തന്നെ വെജിറ്റബിൾസും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ റൈസ് ഉടയാത്ത രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പൊ ഇനി ലാസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി.